അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങൾ നിധി കണ്ടിട്ടുണ്ടോ? നിധി നിധി എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഒക്കെയാണ് നിധിയിലുണ്ടാവുക. ആ നിധിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഇത് ഇവിടെ ഒരുപാട് മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും നിങ്ങൾക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ഈ കല്ലുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഫൈറൂസ് കല്ല്. ഫൈറൂസ് കല്ല് എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് വരുന്നതാണ്. ഇതിനെ ടോർക്കോയ്സ് എന്നും പറയും. അതിൽ പലതരമുണ്ട്. അതുപോലെ ഇതാണ് സീപ്പേൾ, കടലിൽ നിന്ന് കിട്ടുന്ന മുത്തുകളാണ് ഇത്. ഇതൊരു ക്യാരറ്റിന് 500 രൂപയൊക്കെ വില വരുന്നതാണ്. ഇത് ആണ് നമ്മുടെ ഫ്രഷ് വാട്ടർ പേൾ എന്ന് പറയുന്നതിന്. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള പേളാണിത്. ഇത് മോതിരം ഉണ്ടാക്കാനും അതുപോലെ മറ്റ് മുത്തുകൾ കൊണ്ട് എവിടെയൊക്കെയാണോ ഒട്ടിച്ചു വെക്കുന്നത്, അതുപോലെ ബട്ടൺ ടൈപ്പ് മുത്ത് എന്നാണ് ഇതിനെ പറയുക. ഇത് അതുപോലെ ബട്ടൺ ടൈപ്പ് പേള് കൊണ്ട് ഉണ്ടാക്കിയ കമ്മലുകളാണ് ഇതൊക്കെ. ഇതിനൊക്കെ വളരെ ഏറ്റവും ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നത്. ഇതിൽ നിന്നല്ല, ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ഇന്നത്തെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇതും അതുപോലെ ബട്ടൺ ടൈപ്പാണ്. അതിൻ്റെ വെയിറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. 5 ക്യാരറ്റ്, 6 ക്യാരറ്റ്, 7 ക്യാരറ്റ് എന്നൊക്കെ. ക്യാരറ്റിന് 200 രൂപയാണ് വില. ഇതാണ് അക്കീക്ക് എന്ന് പറയുന്നത്. അക്കീക്ക് പ്രവാചകൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ബ്രൗൺ ഹക്കീക്കാണ്, തേനിൻ്റെ കളറുള്ളതാണ്. ഇത് എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് 600 രൂപയ്ക്കാണ് ഒരു കല്ല് കൊടുക്കുന്നത്. ഏത് വേണമെങ്കിലും അതിലെടുക്കാം. അതിൽ എല്ലാ കളറും ഉണ്ട്. അതിൽ യെല്ലോ കളറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറുണ്ട്. അതിൽ ഇതൊക്കെ റയറാണ്, അധികം കിട്ടാറില്ല. ഗ്രീൻ കളർ ഹക്കീക്കിനൊക്കെ നല്ല മാർക്കറ്റ് ഉള്ളതാണ്. അതങ്ങനെ കിട്ടാറില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സീപ്പേളിൽ ഇതാണ് ഫുൾ റൗണ്ട് പേള്. ഇത് ബട്ടൺ ടൈപ്പ് അല്ല, ഫുൾ റൗണ്ടാണ്. ഇങ്ങനത്തെ ഇതുകൊണ്ട് മോതിരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇനി മറ്റൊന്ന്, ഇതിനേക്കാളൊക്കെ വിലയേറിയതാണ് ഇവിടെ നവരത്നങ്ങളാണിത്. അതിൽ വജ്രം മുതൽ മരതകം, യെല്ലോ സഫയർ, പുഷ്യരാഗം എന്നൊക്കെ പറയും, മാണിക്യം ധരിക്കണം. അതിന് ഏറ്റവും വില കൂടുതലാണ്. ഒരു ക്യാരറ്റിന് 1000 രൂപയൊക്കെ വില വരുന്നതാണ്. അതുപോലെ പവിഴത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ കാണിക്കുന്നത്. ഈ പവിഴത്തിന് 600 രൂപ മുതൽ 1000, 1500 രൂപയ്ക്ക് ക്യാരറ്റ് വരുന്ന പവിഴങ്ങളുണ്ട്. ഇതാണ് ടൈഗർ ഐ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ടൈഗർ ഐ. ഇതും ക്യാരറ്റിന് 200 രൂപ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ ഈ മുത്തുകളെക്കാളും പവിഴങ്ങളെക്കാളും ഈ വൻ നിധി ശേഖരത്തെക്കാളൊക്കെ വിലയേറിയതാണ് ഈ ഒരു സത്യവേദസാരങ്ങൾ. ഇതിനകത്ത് ഇതിനേക്കാൾ വലിയ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നിധിയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണക്കാരനായത് ഈ ഒരു സത്യവേദസാരങ്ങളാണ്. അപ്പം അതിൽ നിന്ന് ഒരു പേജ് നമുക്ക് ഇന്ന് എടുത്ത് വായിക്കാം. ഇപ്പൊ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. മനസ്സിന് വളരെ വിഷമം പിടിച്ച ഒരു സമയമാണ്. ലോകത്തില് ഒരുപാട് ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവുമില്ലാതെ. വേണമെന്നുണ്ടെങ്കിൽ വാശി കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരുത്തൻ നമ്മളെക്കാൾ ശക്തനായി പോകുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെയാണ് ഇപ്പോഴത്തെ യുദ്ധങ്ങൾ നടക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ അവസാന കാലമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് യുദ്ധങ്ങളോ മഹാമാരിയോ പ്രളയമോ ഒക്കെ വന്ന് ജനങ്ങൾ സർവശക്തനായ സൃഷ്ടാവിലേക്ക് തിരിച്ച് ചെല്ലണമല്ലോ. അപ്പം എന്തെങ്കിലും കാരണത്തിൽ കൂട്ടത്തോടു കൂടി മരണപ്പെടുകയാണെന്ന് വേണമെങ്കിൽ കരുതി സമാധാനിക്കാം. അപ്പോൾ അങ്ങനെ വിഷമം പിടിക്കുന്ന ജീവിതത്തിലെ ഏത് വിഷമഘട്ടങ്ങളിലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പുസ്തകമാണ്. നമുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ദൈവിക വചനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവിക വചനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇന്ന് രാവിലെ ഒരു പേജ് എടുക്കും. ഇന്ന് എടുത്ത പേജ് 756-ാമത്തെ പേജാണ് എനിക്ക് കിട്ടിയത്. ഈ പേജിൽ ഞാൻ കണ്ടത് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മനുഷ്യരെ, അവസാന കാലങ്ങളിൽ വിനാശത്തിൻ്റെ അശുഭ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നാഥനെ ഓർക്കുക. ആ ദിവസങ്ങളിൽ ദുരിതങ്ങൾ വന്നെത്തുന്നു. ജീവന് വേണ്ടി പലായനം ചെയ്യേണ്ടി വരുന്നു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഉഗ്ര പീഡനങ്ങൾ ഉണ്ടാകുന്നു. അന്ന് കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുന്നു. ആരെയും വഴി തെറ്റിക്കും വിധം അവർ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിനാൽ ഞാനിതാ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിലൊന്നും വീണു പോകരുത്. വളരെ വ്യക്തമായിട്ട് ഇനി ഇത് വിസ്തരിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും കാണും, പല അത്ഭുതങ്ങളും കാണും. പക്ഷെ നിങ്ങൾ അതിലൊന്നും വീണു പോകണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ബൈബിളാണ്. ഇനി മറ്റൊരു വേദഗ്രന്ഥം നോക്കാം.
ഞങ്ങൾ നാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നാഥന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാതെ വിട്ടുകളയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ നാഥന്റെ ശിഷ്യരാണ്, അല്ലെങ്കിൽ നാഥനെ അനുസരിക്കുന്നവരാണ്, നാഥൻ പറയുന്നത് കേൾക്കുന്നവരാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആരെയും പരീക്ഷണങ്ങൾക്ക് വിധേയരാകാതെ വിട്ടുകളയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മുൻപുള്ളവരെയും നാഥൻ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളിൽ സത്യം പറയുന്നവർ ആരെന്നും കള്ളം പറയുന്നവർ ആരെന്നും നാഥൻ അറിയുന്നു. നാഥനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകനാഥന് വേണ്ടി സത്യവിശ്വാസത്തിലൂടെയും നേരായ മാർഗത്തിലൂടെയും ജീവിത സമരത്തിൽ ഏർപ്പെടുക. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരുന്ന ഘട്ടങ്ങളുണ്ട്. അതിനെ നമുക്ക് സമരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ സമരത്തിൽ ഏർപ്പെടുവിൻ. എങ്ങനെ? സത്യവിശ്വാസത്തിലൂടെയും നേരായ മാർഗത്തിലൂടെയും. മറ്റുള്ള മാർഗങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട. നേരായ മാർഗത്തിലൂടെ പോവുക, സത്യവിശ്വാസത്തിലൂടെ പോവുക. അങ്ങനെ നിങ്ങൾ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ജീവിത സമരത്തിൽ ഏർപ്പെടുവിൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന നന്മകളും സൽക്കർമ്മങ്ങളും ലോകനാഥന് ഗുണം ലഭിക്കാനല്ല. പല ആളുകളും വിചാരിക്കുന്നുണ്ട് നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തൊക്കെയോ ഗുണം കിട്ടും, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടാവും, ദൈവത്തിന് ശക്തി വർദ്ധിക്കും. അങ്ങനെ പല ആളുകളും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന, ദൈവത്തിന് വേണ്ടി പൂജകൾ നടത്തുന്ന, ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതായത് ദൈവത്തിന് മനുഷ്യന്റെ എന്തൊക്കെയോ സഹായം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തില്ലേ, അതിന് പ്രതിഫലമായിട്ട് എനിക്ക് ഇന്നത് തരാം എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും വേണ്ട, നമ്മുടെ പണവും വേണ്ട, നമ്മുടെ പ്രതാപവും വേണ്ട, നമ്മുടെ ശക്തിയും പവറും ഒന്നും വേണ്ട. അങ്ങനെ ഉള്ള ഒരു നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ശക്തിയുള്ളതാണ് ദൈവം. ദൈവത്തിന് ഒരു പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ ഒന്നും അടച്ചുപൂട്ടി വാതിൽ കുറ്റിയിട്ട് ഇരുത്താനൊന്നും പറ്റിയ ഒരു പവറേ അല്ല. അങ്ങനെ സങ്കല്പിക്കുന്ന ആളുകൾ കുറെ ഉണ്ട്. ചില്ലുകൂട്ടിൽ വെച്ചിട്ട് ദൈവത്തിന് ദൈവം തന്നെ ചില്ലുകൂട്ടിലാണ്. കാക്ക അതിന്റെ മുകളിൽ ആ പ്രതിമയുടെ മുകളിൽ കാഷ്ടിക്കാതിരിക്കാൻ ചില്ലുകൂട്ടിലാക്കി വെക്കും. ആ കാക്കയെ പോലും ഓടിക്കാൻ സാധിക്കാത്ത പ്രതിമകളെ ആരാധിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. പ്രതിമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കാണാവുന്ന മനുഷ്യ സൃഷ്ടി എന്നർത്ഥം. മനുഷ്യനെ ദൈവത്തിന് എന്തായാലും സൃഷ്ടിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ മനുഷ്യൻ ദൈവത്തിനെ സൃഷ്ടിക്കാൻ നോക്കണത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന നന്മകളും സൽക്കർമ്മങ്ങളും ലോകനാഥന് ഗുണം ലഭിക്കാനല്ല, അത് നിങ്ങൾക്ക് തന്നെ ഗുണത്തിനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനയും, നിങ്ങൾ ഹജ്ജ് ചെയ്തോ ഉംറ ചെയ്തോ അല്ലെങ്കിൽ നോമ്പ് നോറ്റോ അല്ലെങ്കിൽ വലിയ വലിയ സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് ഖുർആനാണ്. ഇനി നമുക്ക് മനുസ്മൃതി കൂടി ഒന്ന് നോക്കിയാലോ. ഇപ്പൊ ബൈബിളും ഖുർആനും പറഞ്ഞ സ്ഥിതിക്ക് മനുസ്മൃതി കൂടി നോക്കണമല്ലോ, അല്ലെങ്കിൽ ഗീത ഏതെങ്കിലും നോക്കണമല്ലോ. അപ്പൊ ഗീത ഈ പേജ് എത്തിയപ്പോഴത്തേന് ഗീത കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുസ്മൃതിയിലേക്കാണ് പോകുന്നത്. ഭക്ഷിക്കുവാൻ പാടില്ലാത്ത മാംസ ഭക്ഷണങ്ങളിൽ ചിലത് കൂടി ഉണ്ട്. പച്ചമാംസം തിന്നുന്ന പരുന്ത്, കഴുകൻ, കാക്ക മുതലായ പക്ഷികളെയും പ്രാവ്, കുരുവി, കുളക്കോഴി, കൊക്ക്, അരയന്നം, ചക്രവാകം അതായത് തങ്കത്താറാവ്, മൂങ്ങ, തത്ത, മൈന, മരംകൊത്തി തുടങ്ങിയ പക്ഷികളെയും കഴുത, പന്നി, കുതിര തുടങ്ങിയ മൃഗങ്ങളെയും പാമ്പുകളെയും പേരറിയാത്ത പക്ഷി മൃഗാദികളെയും ഭക്ഷണത്തിനായി ഉപയോഗിക്കരുത്. എന്നാൽ മുള്ളൻപന്നി, ഉടുമ്പ്, ആമ, മുയൽ, ഒട്ടകം എന്നിവ ഭക്ഷ്യയോഗ്യവുമാകുന്നു. അപ്പോൾ മനുസ്മൃതി പറഞ്ഞതില് പച്ചക്കറി അതായത് വെജിറ്റേറിയൻ ആയ ജീവികളെ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ്. ബാക്കിയുള്ള ഒട്ടുമിക്ക ജീവികളും ഈ നമുക്ക് പേരറിയാത്ത കുറെ ജീവികളും പരുന്ത് അതുപോലെ കാക്ക ഇങ്ങനെയുള്ള ജീവികളൊന്നും ഭക്ഷിക്കുന്നത് മനുഷ്യർക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇത് ഭക്ഷണത്തിനെ പറ്റി വന്ന ഭാഗങ്ങളാണ് അവിടെ എത്തിയപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നറുക്കെടുപ്പ് നോക്കാം. ഇന്ന് നമ്മൾ നറുക്കെടുക്കാൻ പോവാണ്. 12 പേരാണുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത്രയും ആൾക്കാരെ ഈ പേപ്പറാണ് ഇതിൽ നമ്മൾ മടക്കിയിടാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കിതിൽ മടക്കിയിടാം.
എല്ലാം ഒരേപോലെ മടക്കി നമ്മൾ ഇടുകയാണ്. ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആർക്കും അതിനൊരു സുതാര്യത ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 4 ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ നമ്പറും കാണിച്ചു വന്നു. ഇനി ഞാൻ മടക്കിയിടുകയാണ്. അപ്പൊ അത്രയും സമയം വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് നറുക്കെടുക്കാം. ആർക്ക് കിട്ടിയാലും പേര് വായിച്ചിട്ടില്ലെന്ന് അല്ലേ? പേര് വായിച്ചു നോക്കാം. 54-ാമത്തെ അബ്ദുൽ റഷീദ് KC, ഉസ്മത്ത് EKM, അബ്ദുൽ മജീദ്, മുനീർ യമനി, അബ്ദുൽ ജലാൽ, അമീൻ കൊല്ലം, മുഹമ്മദ് അമീൻ, ഷംസു NP, അബ്ദുൽ ഹക്കീം, അൻവർ, നരേന്ദ്രൻ, മുഹമ്മദ് ഇസ്മായിൽ. ഇത്രയും 12 പേരിൽ നിന്ന് ഒരാൾക്കാണ് നമ്മൾ ഇന്ന് നറുക്കെടുത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്തായാലും തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം ആരാണെന്ന് നോക്കാം. ഒരെണ്ണം ഞാൻ എടുത്തതിലിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. 11-ാം നമ്പർ ആരാണ് നോക്കാം. നരേന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ.